പുലിപ്പല്ല് കൈവശം വച്ച കേസിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ലെന്ന് ജാമ്യത്തിലിറങ്ങിയ റാപ്പർ വേടനെന്ന ഹിരൺദാസ് മുരളി. കേസ് കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും വേടൻ പറഞ്ഞു. എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സഹോദരന്മാരോടാണ് പറയാനുള്ളത്. പുകവലിയും മദ്യപാനവും വലിയ പ്രശ്നമാണ്. ചേട്ടനോട് ദയവായി ക്ഷമിക്കണം. നല്ല മനുഷ്യനാകാൻ ശ്രമിക്കാം. പോയിട്ട് വരാം മക്കളെ എന്നാണ് വേടൻ പറഞ്ഞത്. പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കേരളം വിട്ട് പുറത്തു പോകരുത്, 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ഹാജരാക്കണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയവയാണ് ഉപാധികൾ. പുലിപ്പല്ല് കേസിൽ കഴിഞ്ഞ ദിവസം വേടനെ കോടതി വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തുടർന്ന് വേടനുമായി തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ബുധനാഴ്ച വൈകിട്ട് തിരികെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി. ഈ ഘട്ടത്തിലാണ് വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചത്. താൻ മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരാധകർ സമ്മാനിച്ച വസ്തു സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ പറഞ്ഞു. ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നു. കോടതി നിർദ്ദേശിക്കുന്ന ഏത് ജാമ്യവ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണ്. മാത്രമല്ല മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ ജാമ്യാപേക്ഷയെ വനംവകുപ്പ് എതിർത്തെങ്കിലും കോടതി ഇത് തള്ളി. തുടർന്നാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. തിങ്കളാഴ്ച തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെയാണ് വേടനെയും ഒപ്പമുണ്ടായിരുന്ന 8 പേരെയും പോലീസ് ആദ്യം പിടികൂടിയത്. ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു. ഇതിനിടെയാണ് വേടൻ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിച്ചു. പരിശോധനയിൽ ഇത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് വേടനെതിരെ മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ഇതോടെ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും വേടനെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ ആരാധകരാണ് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി. ഈ ആരാധകരിൽ രഞ്ജിത്ത് എന്നയാളെ മാത്രമാണ് തനിക്ക് പരിചയമുള്ളതെന്നും വേടൻ പറഞ്ഞിരുന്നു. കേസിൽ വേടനുമായി വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തിയിരുന്നു.